ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വീക്കെൻഡായിട്ട് ഇവിടുത്തെ സിറ്റി സെൻ്ററിൽ നമ്മളൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഇവിടുത്തെ വെള്ളിയാഴ്ച കാഴ്ചകളാണ് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും വെള്ളിയാഴ്ചയ്ക്ക് എന്താ ഇതിന് മാത്രം പ്രത്യേകതയെന്ന്. അതേ കൂട്ടുകാരെ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും അതും കൂടെ ഒന്ന് പരിഗണിക്കുക. നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർബർ എന്ന് പറയും. സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ചും കൂടെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. നടന്നു പോകുന്ന വഴിക്കാണ് ഇവന്മാർ ഈ സൈക്കിളൊക്കെ എന്തൊക്കെ അഭ്യാസങ്ങളാണോ കാണിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നേരെ വന്ന് ഒരു ഹാർബറിൻ്റെ വേറൊരു സൈഡിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ കാണുന്ന പുഴയാണ് ഏവൻ നദി. ഈ ഏവൻ നദിയുടെ തീരത്താണ് ഈ ഹാർബർ ഉള്ളത്. അപ്പം ഹാർബർ ഏകദേശം ഒരു 70 ഏക്കറിലാണ് ഈ ഹാർബർ ഉള്ളത്. അതുമാത്രമല്ല ബ്രിസ്റ്റോളിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഈ ഒരു ഹാർബർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വിശ്രമമില്ലാതെ നേരെ നടന്ന് നീങ്ങിയത് ഇവിടുത്തെ ഒരു സ്ട്രീറ്റിലേക്കാണ്. ഇപ്പോൾ ഈ അടുത്തുള്ള റെസ്റ്റോറൻറ്റിലെല്ലാം നല്ല കളർഫുള്ളായിട്ടൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. അത് കൂടാതെ നമുക്ക് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെയും കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും ഇപ്പോഴത്തെ സൈഡിലൊക്കെ ഒരു ബിയറൊക്കെ മേടിച്ച് വെച്ചിരുന്ന് ഒരു കാര്യമൊക്കെ പറഞ്ഞ് ചില്ലാകുന്നു. കൂടാതെ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് ഒരു വലിയൊരു ജനക്കൂട്ടം കാണാം. എല്ലാവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ബിയറാണ് ഇവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവം. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ട്. അത്യാവശ്യം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും 4 സൈഡിലും നോക്കിയാലും നല്ലൊരു ജനത്തിരക്കുണ്ട്. ഇവിടെ സ്വദേശികളുമുണ്ട് വിദേശികളുമുണ്ട്. അവരുടെ വീക്കെൻഡ് ആണെങ്കിൽ ഫാമിലി ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നേരെ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് പെൺകുട്ടികൾ പാട്ടൊക്കെ ഇട്ട് ആസ്വദിച്ച് അവർ ഡാൻസ് കളിച്ചാണ് വരുന്നത്. ഈ ഒരു ഏരിയ എവിടെ നോക്കിയാലും ഡാൻസ് ബാറുകളും പബ്ബുകളുമാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. അവിടുന്ന് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഡാൻസ് ബാറുകളുണ്ട്. അതുപോലെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡാൻസ് ബാറാണിത്. അപ്പം പേര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് വീണ്ടും പോയി. മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്ക് എൻജോയ് വേണ്ടിയുള്ള ഒരു ഏരിയയും ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു കാഴ്ച നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും നമ്മളെപ്പോഴും കാണാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു കൊച്ചുകുട്ടിയും മുതിർന്നാളും വയലിൻ വായിക്കുന്നത് ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഈ ബ്രിഡ്ജ് നമ്മളെ വല്ലാണ്ട് ആകർഷിച്ചു. ഇതിലൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് 2 സൈഡിൽ നമുക്ക് കുറേ ലോക്കുകൾ കാണാം. ഓരോ ലോക്കുകളുടെ പുറകിലും ഓരോ ലവ് സ്റ്റോറി ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ വന്ന് കപ്പിൾസിന്റെ പേര് എഴുതി ലോക്ക് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും പിരിയത്തില്ലെന്നാണ് വിശ്വാസം. 1999 മുതലുള്ള ലോക്കുകൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ആ വർഷത്തിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കാഴ്ച. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഇത് എല്ലാ വെള്ളിയാഴ്ചയും ഇത് ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ആഴ്ച 5 ദിവസം പണിയെടുത്ത് ചെയ്യുക. വെള്ളിയാഴ്ച ദിവസം ഇതുപോലെ സ്ട്രീറ്റിൽ വന്നിട്ട് എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുക. വീട്ടിൽ തന്നെ റെസ്റ്റ് ആയിരിക്കും. അപ്പം വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് സംഭവം. ഇതുവരെ സപ്പോർട്ട് ചെയ്തത് കൂടെ ചെയ്യുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.